عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى وما تلك بيمينك يا موسى قال هي عصاي أتوكل عليها وأهش بها على غنمي ولي فيها مآرب أخرى قال ألقها يا موسى فألقاها فإذا هي حية تسعى. ഏറെ ആദരണീയരായ സഹോദരി സഹോദരികളെ, ഏകനായ പടച്ചറപ്പിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തെ ശ്രദ്ധിച്ച് മുത്തക്കകളായി മുഅ്മിനുകളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 15-ാമത്തെ ആയത്ത് മുതൽ 5-ാമത് ക്ലാസ്സിലായി ഇന്ന് നാം ശ്രദ്ധിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും പരിശുദ്ധ ഖുർആനിന്റെ പഠനവും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് രക്ഷിതാവ് സ്വീകരിക്കുമാറാകട്ടെ എന്നും ദുആ ചെയ്യും. നമ്മൾ പറഞ്ഞു വരുന്നത് മൂസാ നബി അലൈഹിസ്സലാമക്ക് ആദ്യമായി വഹി ലഭിക്കുന്ന ആ ഒരു രംഗത്തെ സംബന്ധിച്ചാണ്. തുവ എന്ന പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, വഅനഖ്തർതുക ഫസ്തമി' ലിമാ യൂഹ എന്ന് 13-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടു. താങ്കളെ നാം പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു, അഥവാ പ്രവാചകനാക്കിയിരിക്കുന്നു. ഞാനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരും തന്നെ ഇല്ല. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുകയും ചെയ്യണം എന്നിങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് സന്ദേശം നൽകി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 15-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى. മൂസാ നബി അലൈഹിസ്സലാമക്ക് 3 നിർദ്ദേശങ്ങൾ നൽകി. വഹയിന്റെ ആദ്യത്തെ പാഠങ്ങളായി 3 കാര്യങ്ങൾ പറഞ്ഞു. 4-ാമത്തെ വിഷയം അദ്ദേഹത്തെ കേൾപ്പിക്കുകയാണ്. എന്താണത്? ഇന്ന الساعة آتية, തീർച്ചയായും അസ്സാഅത്ത് അന്ത്യസമയം, ആത്തിയത്തുൻ അത് വരുന്നത് തന്നെയാണ്, ആത്തിയത്തുൻ വരുന്നതാണ്, അകാദ് ഉഖ്ഫീഹ ഞാനത് മറച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ ഞാനത് ഗോപ്യമാക്കി മറച്ചു വെച്ചിരിക്കുകയാണ്. അകാദ് ഉഖ്ഫീഹ അത് ഒരു ദിവസം പുറത്തു വരും. നിങ്ങൾ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭം ഉണ്ടാകും, നേരിട്ട് അനുഭവിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. അതുവരേക്കും ആ അന്ത്യസമയം നാം മറച്ചു വെച്ചിരിക്കുകയാണ്. മറച്ചു വെക്കാറായിട്ടുണ്ട് എന്നാണ് വാക്കിന്റെ ശരിയായ അർത്ഥം. ഗോപ്യമാക്കി വെച്ചേക്കാം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. എന്തിനാണത് മറച്ചു വെച്ചിരിക്കുന്നത്? അല്ലാഹു നിങ്ങളോട് അതിന്റെ തീയതി പറഞ്ഞു തരാത്തത് എന്താണ്? ഡേറ്റ് എന്നാണ് സംഭവിക്കുക എന്ന് നിങ്ങളോട് എന്തുകൊണ്ടാണ് പറയാത്തത് എന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും
അത് നമ്മൾ നടത്താൻ പോകുന്ന ഒരു തീയതി നമ്മൾ കാണും. ഒരു നിശ്ചയം നമ്മൾ നടത്തും. കാര്യം നമ്മൾ തീരുമാനിക്കും എന്നാണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അതും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണെങ്കിൽ എന്തായിരുന്നാലും അതിന്റെ തീയതി നമ്മൾ കാണും. വീട് നിർമ്മിക്കാൻ തുടങ്ങുന്നതോ ഇനി വീട് പഴയതായിട്ട് പൊളിക്കാനുള്ള തീയതിയാണെങ്കിൽ അതുവരെ ഓരോന്നോരോന്നായി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തീയതി കാണാറുണ്ട്. എന്നാൽ ഇവിടെ ഈ ലോകം ഒന്നാകെ പൊളിച്ചടക്കപ്പെടുന്ന, ഒളിഞ്ഞു പോകുന്ന, ഇല്ലാതായി പോകുന്ന ആ അന്ത്യസമയം എന്നതിന് അതിനൊരു തീയതി ഉണ്ടാവില്ലേ? ഉണ്ട്. പക്ഷേ ഞാനത് മറച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാഹു പറയാണ് അത് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാ മറച്ചു വെച്ചതെന്നറിയോ? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിക്കും അവന്റെ 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 പ്രവർത്തിക്കനുസരിച്ച്, പ്രയത്നത്തിനനുസരിച്ച് ഉള്ള പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹു പ്രയത്നിക്കുന്ന ഓരോ ആൾക്കും കൃത്യമായ പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു ആ ദിവസം മറച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ എന്ന്. അപ്പൊ ഇവിടെ നാലാമതായി അള്ളാഹു കേൾപ്പിക്കുന്ന കാര്യം എന്താണ്? മൂസാ നബിയോട് പറയുന്ന സംഗതി എന്താണ്? പരലോകത്തെ സംബന്ധിച്ചാണ്. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തതും ഏകദൈവ ആരാധനയും പരലോക വിശ്വാസവുമാണ് ജനങ്ങളോട് ആദ്യമായി സംസാരിച്ചത്. അതിന് വിപരീതമായി ആദ്യമായി ഇറങ്ങിയ വാക്യങ്ങൾ കള്ളിനെ സംബന്ധിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള മറ്റേതെങ്കിലും തോന്നിയാസങ്ങളെ സംബന്ധിച്ചായിരുന്നെങ്കിൽ ആളുകളൊക്കെ പറയുമായിരുന്നു, ഞങ്ങൾക്ക് കള്ളുകൂടി ഒഴിവാക്കാൻ എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയൂല, അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നില്ല എന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ പരമ്പരാഗതമായി അവർ ചെയ്തു വരുന്ന മഹാപാതകങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒറ്റയടിക്ക് ആദ്യമായി തന്നെ അവരെ കേൾപ്പിക്കുമ്പോ അവര് പറയുമായിരുന്നു, ഞങ്ങൾക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇസ്ലാം ദീനിലേക്ക് വരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമായിരുന്നു. മറിച്ച് അവരെ ആദ്യമായി ദൈവവിശ്വാസം പഠിപ്പിച്ചു. അതേപോലെ പരലോക വിശ്വാസവും ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അവരോട് നിങ്ങൾ ഇനിയും ഈ കള്ളുകുടി അവസാനിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഇൻതഹൈന, ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പൊ ഈ നാലാമതായി മൂസാ നബി അലൈഹിസ്സലാമക്ക് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പരലോകത്തെ സംബന്ധിച്ചാണ്, പരലോക വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അത് പറഞ്ഞപ്പോ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. ആത്തിയത്തുൻ ഇന്നസാത്ത ആത്തിയത്തുൻ, വരുന്നത് തന്നെയാണ്, തീർച്ചയായും വരൂട്ടോ, സംഭവിക്കുക തന്നെ ചെയ്യും, വരാതിരിക്കുക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹ എന്ന് പറഞ്ഞാൽ ഉരീദു അൻ ഉഖ്ഫീഹ എന്ന, ഞാൻ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പോ അന്ത്യനാളിന്റെ സമയം അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നു, ഈ ഒരു ആശയം ആണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വേറെയും ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത്, ആളുകൾ നിങ്ങളോട് എപ്പോഴാണ് പരലോകം എന്ന് ചോദിക്കുന്നു, അന്ത്യസമയം എന്ന് ചോദിക്കുന്നു. അയ്യാന മുർസാഹ, എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാകുന്നത് എന്ന് ആളുകൾ വന്ന് നിങ്ങളോട് സംശയം ചോദിക്കുമ്പോ അവരോട് മറുപടി പറയേണ്ടത് എന്താണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്? പ്രവാചകരെ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരറിവുമില്ല. ഞാൻ അതിന്റെ ഡേറ്റ് പറയാൻ, തീയതി പറയാൻ വന്ന ആളല്ല, എനിക്കതറിയില്ല.
എന്ന് നിങ്ങൾ കൃത്യമായി പറഞ്ഞേക്കണം കേട്ടോ എന്ന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നുണ്ട്. ആ സംഭവം നമുക്കറിയാം. അന്ത്യസമയത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅത്ത് എന്നാണ്. ഇൽമുസ്സാഅത്തിന്റെ വിവരം ആരുടെ അടുക്കലാണുള്ളതെന്ന് അറിയോ? അത് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണുള്ളത്. വേറെ ആർക്കും അത് അറിയില്ല. ആരെങ്കിലുമൊക്കെ അങ്ങനെ പ്രവചനങ്ങളുമായി ലോകത്ത് പ്രത്യക്ഷപ്പെടാം. അടുത്ത വർഷം ഉണ്ടാകും, മറ്റേതെങ്കിലും സമയങ്ങളിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും രംഗത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പറയുന്നവരെ നിങ്ങൾ ആരും വിശ്വസിക്കാൻ നിൽക്കണ്ട. കാരണം അത് അള്ളാഹുവിന് മാത്രം അറിയുന്നൊരു കാര്യമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഖുർആൻ അസാ അൻ യകൂന ഖരീബാ, അസാ അൻ യകൂന ഖരീബാ, അത് അടുത്ത് തന്നെ ഉണ്ടാകാൻ ഇടയുണ്ട് കേട്ടോ, ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ, തള്ളിക്കളയണ്ട. അസാ അൻ യകൂന ഖരീബാ, അസർ മുതൽ മഗ്‌രിബ് വരേക്കുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു പോയി. കഴിഞ്ഞ കാല പ്രവാചകന്മാർ വന്നത് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഒക്കെ വന്ന ആ കാലഘട്ടം ളുഹർ മുതൽ അസർ വരെയുള്ള സമയമാണ് എന്ന് കരുതിയാൽ ഇനി അസർ മുതൽ മഗ്‌രിബ് വരേക്കുള്ള സമയം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും ഉണ്ടാകുന്നു കരുതണ്ട. വേറെയും രൂപത്തിൽ ഖുർആൻ പറഞ്ഞു അസ്സാഅത്ത് ഇതാ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹു അത് മറച്ചു വെച്ചിരിക്കുന്നു, അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് അള്ളാഹു അതിനെ പരിചയപ്പെടുത്തി. അഖ്ഫാഹ എന്ന വാക്കിന്റെ അർത്ഥം മറച്ചു വെച്ചു, ഗോപ്യമാക്കി വെച്ചു. ഒരു ഉദാഹരണം ഹദീസിൽ നിന്ന് നമ്മൾ ആ വാക്കിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു വചനമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ അർഷിന്റെ തണല് ലഭിക്കുന്ന ആളുകളെ എണ്ണിപ്പറഞ്ഞപ്പോ അതിൽ ഒരാൾ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, തന്റെ വലത് കൈ എന്താണ് ചെലവഴിക്കുന്നത് എന്ന് തന്റെ സ്വന്തം ഇടത് കൈക്ക് പോലും അറിയാത്ത വിധത്തിൽ അത്രയും രഹസ്യമാക്കി വെച്ചു എന്ന് പറയുന്നിടത്ത് അഖ്ഫ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതായി കാണുന്നു. ആ പദം പരിചയപ്പെടുത്തി എന്ന് മാത്രം. എന്തിനാണ് ഇത് മറച്ചു വെച്ചത്? എന്താണ് ഇതിന്റെ ഹിക്മത്ത് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. മൽ ഹിക്മത്തു ഫി ഇഖ്ഫാഇ സ്സാഅ വ ഇഖ്ഫാഇ വഖ്തിൽ മൗത്ത്, എന്തിനാണ് അന്ത്യസമയത്തിന്റെ ആ ഒരു ദിവസവും തീയതിയും നമ്മളോട് പറയാതെ മറച്ചു വെച്ചത്? എന്തിനാണ് അല്ലാഹു? വ ഇഖ്ഫാഇ വഖ്തിൽ മൗത്ത്, ഞാനും നിങ്ങളും ഓരോരുത്തരും എപ്പോഴാണ് മരണപ്പെടുന്നത് എന്ന കാര്യവും എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് നേരത്തെ പറയാതിരുന്നത്? പറഞ്ഞുകൂടായിരുന്നോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? വളരെ സിമ്പിൾ ആണ് അതിന്റെ ഉത്തരം. അല്ലാഹു തആല പാശ്ചാത്താപം സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തന്റെ മരണസമയം അറിഞ്ഞിരുന്നുവെങ്കിൽ, അവൻ അതിവളവനാണല്ലോ മനുഷ്യൻ, അവൻ ആ സമയത്തിന് തൊട്ട് മുമ്പ് വരെ പാപകർമ്മങ്ങളിൽ മുഴുകും. എന്നിട്ട് അവസാന സമയത്ത് മരണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തോ അന്ത്യസമയം ഉണ്ടാകുന്നതിന്റെ തൊട്ടു മുമ്പോ ഒക്കെ ആയി പാപത്തിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ മനുഷ്യൻ തേടുമായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് മരണത്തിന്റെ സമയം അറിയിച്ചു കൊടുത്തില്ല. അതേപോലെ അവൻ അറിയിച്ചു കൊടുക്കാത്ത മറ്റൊരു സമയമാണ് ഈ ലോകത്തിന്റെ അവസാനം എന്നാണ് എന്നത്. ഇവിടെ ഉറപ്പുള്ള രണ്ട് സംഗതികളാണത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന് അവന് ജനനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ
അവന് മരണമുണ്ട് എന്നത് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു സംഗതിയാണ്. അതേപോലെ രണ്ടാമതൊരു സംഗതിയും കൂടെ മനുഷ്യരെ നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾ ഉറപ്പിച്ചോളൂ. അതെന്താ? ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ടാകും എന്നുള്ള കാര്യം. പക്ഷെ ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് രണ്ടും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. ഇതിന്റെ സ്രഷ്ടാവ് പറഞ്ഞു തന്നിട്ടില്ല. ഈ ലോകത്ത് വന്ന സ്രഷ്ടാവ് അയച്ച പ്രവാചകന്മാർ അവർക്കുണ്ടായ വെളിപാടുകളിലൊന്നും ആ തീയതി ആരെയും അറിയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഒരു കൃത്യമായി വിവരം തരാനുള്ള സംവിധാനങ്ങളൊന്നും ഈ ലോകത്ത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടില്ല. അത് അള്ളാഹു അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എന്നും പ്രതീക്ഷിക്കട്ടോ. ഏത് സന്ദർഭത്തും പ്രതീക്ഷിക്കാവുന്ന ഒരു വിഷയം എന്നുള്ള നിലക്കാണ് ഇതിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതിന്റെ മുന്നോടിയായി സംഭവിക്കാവുന്ന ചെറിയ തോതിലുള്ള അടയാളങ്ങളും വലിയതായിട്ടുള്ള അടയാളങ്ങളും ഒക്കെ വിവിധ തരത്തിലുള്ള അലാമാത്തുകൾ അള്ളാഹു അതിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. എപ്പോഴാ ഉണ്ടാകുക, എങ്ങനെ സംഭവിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാം. അങ്ങനെ അല്ലാതെ മറ്റൊരു നിലക്ക് നിങ്ങൾക്ക് ഇതിനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളത് മറപ്പിച്ചിരിക്കണം എന്ന് പറഞ്ഞാല് ഇവിടെ മനുഷ്യന്റെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ഖഡ്ഗമാണ്, ഒരു വാളാണ് ഈ മരണം എന്ന്, അല്ലെങ്കിൽ അന്ത്യസമയമെന്ന്. ഇതിന് രണ്ടിനെയും നമുക്ക് പറയാം. തൗഹീദ് കഴിഞ്ഞാൽ എക്കാലത്തും ലോകത്ത് ആഗതരായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പരലോകം എന്നുള്ളത്. ആഖിറത്തും റിസാലത്തും, അതാണ് പ്രവാചകന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമാണ് തൗഹീദിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുക, പരലോകത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുക. ഇതാണ് ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും, പ്രത്യേകിച്ച് ഐഹിക സുഖങ്ങളിൽ ഏറെ മുഴുകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, മനുഷ്യ, ഈ ഐഹിക ജീവിത സുഖങ്ങളൊക്കെ അത് ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാണ്ടായി പോകും കേട്ടോ. എന്നിട്ട് ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവനാണ് നീ എന്ന ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുക. ആ ബോധം ഉണ്ടാക്കി കൊടുക്കുക. ആ ബോധമല്ലാതെ, ആ ഒരു ചിന്തയല്ലാതെ മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് മാറ്റാൻ, അവനെ മാറി ചിന്തിക്കാൻ മറ്റൊരു മാർഗം ആർക്കും തന്നെ നിർദ്ദേശിക്കാനില്ല. ഇതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ ഒരു വിഷയമാണ് മൂസാ നബി അലൈഹിസ്സലാമക്കും അള്ളാഹു നൽകിയത്. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് അള്ളാഹു അന്ത്യനാളിന്റെ സമയം മറച്ചു വെച്ചിരിക്കുന്നത്? വീണ്ടും വീണ്ടും മനുഷ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കാം. പലപ്പോഴും ഇസ്ലാമിന്റെ എതിരാളികൾ വന്ന്, നിങ്ങൾ പറയുന്ന അന്ത്യസമയം ഉണ്ടെങ്കിൽ അതെന്താ അപ്പൊ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നാണ് ഉണ്ടാവുക മുഹമ്മദേ, നീ ഒന്ന് പറയേ എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ആളുകൾ വന്ന് ചോദിക്കായിരുന്നു. അങ്ങനെ അന്ത്യനാളിന്റെ സമയം അറിയാമെങ്കിൽ പലരും ആ സമയം അടുക്കുമ്പോൾ മാത്രം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ അത് അജ്ഞാതമായത് കൊണ്ട് ഓരോ വിശ്വാസിയും നിരന്തരമായി എപ്പോഴും തയ്യാറെടുപ്പോടുകൂടി ജീവിക്കുകയാണ്. എല്ലാ സമയത്തും അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കാം, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാം, ഈ ലോകം തന്നെ അവസാനിച്ചു പോകാം, അതിനുശേഷമുള്ള ശാശ്വതമായ ജീവിതത്തിലേക്ക് ഞാൻ തയ്യാറെടുപ്പ് നടത്തേണ്ടവനാണ്. ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്ന ഏതൊരു മനുഷ്യനും ഒരുപാട് കാര്യങ്ങളുടെ യാത്രക്ക് മുമ്പായി തയ്യാറാക്കാറുണ്ട്. ഇതേപോലെ അയാൾ തയ്യാറാക്കുകയാണ് തന്റെ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി ഇവിടെ എന്തൊക്കെ തയ്യാറാക്കി വെക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ തയ്യാറാക്കി വെക്കാനാണ്, ഓരോരുത്തർക്കും ആവശ്യമായ ഒരുക്കാപ്പാടുകൾ ചെയ്യാനാണ് അന്ത്യനാൾ എന്നാണ്
എങ്ങനെയാണ് എന്ന് അള്ളാഹു, കാരുണ്യവാനായ അള്ളാഹു നമ്മളെ അറിയിക്കാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതെപ്പോ സംഭവിക്കണം, എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നത് അള്ളാഹു തീരുമാനിക്കുന്ന കാര്യ. അതില് ഇടപെടാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അവകാശമില്ല. അവൻ അതിനുള്ള ജ്ഞാനം കൊടുത്തിട്ടില്ല, അവൻ അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല, അവനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. ഇതാണ് മനുഷ്യൻ എത്ര വളർന്നാലും. ഈ സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യൻ എന്തുമാത്രം പുരോഗമിച്ചാലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, എയോട് ചോദിച്ചു നോക്കൂ, എന്നാണ് പരലോകം, എന്നാണ് അന്ത്യദിനം എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഉണ്ടോ? ഡേറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പറഞ്ഞു തരും. ഈ ഭൂമി നശിക്കും, ഈ സൂര്യൻ ഇല്ലാണ്ടാകും, ഈ ആകാശങ്ങളൊക്കെ പൊട്ടി പൊളിയും, അവിടെയുള്ള നക്ഷത്രങ്ങളൊക്കെ കത്തി നശിക്കും എന്ന് എല്ലാം നമുക്ക് പറഞ്ഞു തരും. ആ പറച്ചിലാണ് നമ്മുടെ ബോധ്യം എന്ന് പറയുന്നത്. ആ പറച്ചിലാണ് നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത്. അവിടേക്കാണ് സൃഷ്ടാവ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന സത്യമാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ എന്തിനാണ് ഇത് മറച്ചു വെച്ചിരിക്കുന്നത് എന്നറിയോ? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അള്ളാഹു അതിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഓരോ വ്യക്തിയുടെയും പ്രയത്നത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ്, നൽകുന്നതിന് വേണ്ടിയാണ്. രണ്ട് നിലക്കും നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. നല്ലത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവർ അധ്വാനിച്ചതിന്റെ പ്രതിഫലം ഇവിടെ വെച്ച് ലഭിച്ചിട്ടുണ്ടാവില്ല, ഇവിടെ വെച്ച് ലഭിക്കുകയില്ല. എന്നാൽ പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു നൽകും. അത് നൽകാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുകയാണ്. വിശ്വാസികളെ, നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരൂ, ഈ സ്വർഗത്തിലേക്ക്. ഇവിടെയുണ്ട് നിങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി വിലമതിക്കുന്ന, അതിന് എത്രയോ 10 മടങ്ങ് പ്രതിഫലം നൽകാൻ സാധിക്കുന്ന വിധത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ആ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിനു വേണ്ടിയാണ് കേട്ടോ നിങ്ങളോട് നേരത്തെ ഈ കാര്യം പറയാതിരുന്നത്. നിങ്ങൾ ചെയ്തോളൂ. ആരും കണ്ടില്ലെങ്കിലും, ആരും നിങ്ങൾ ചെയ്തത് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചോളൂ. ആ പ്രവർത്തനത്തിന്, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക്, പരിശ്രമങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന സന്തോഷ വാർത്ത ഒന്നാമതായി. ഇനി അതിന്റെ മറുവശം പരിശോധിച്ചാൽ, തോന്നിയാസം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ, നിങ്ങൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ലല്ലേ? നിങ്ങൾ ഇപ്പോഴും ആ തോന്നിയാസത്തിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുകയാണില്ലേ? ലോകം മുഴുവനും കീഴടക്കാനുള്ള വെമ്പലോടുകൂടി നിങ്ങൾ ഓടി നടക്കുകയാണില്ലേ തോന്നിയാസങ്ങൾ ചെയ്യാൻ, മനുഷ്യരെ കൊന്നെടുക്കാൻ, പാവങ്ങളായ ആളുകളെ ഇല്ലാണ്ടാക്കാൻ, ഈ ദീനിനെ നശിപ്പിക്കാൻ. ലോകം മുഴുവനും കോടി നടക്കുന്ന, തണ്ടി നടക്കുന്ന നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ ഓരോന്നും റബ്ബ് കാണുന്നില്ല എന്നാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ സംവിധാനത്തിൽ, നിങ്ങളുടെ AI ക്യാമറകൾക്ക് മുമ്പിൽ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ കാണുന്നില്ലെന്നോ? നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച രക്ഷിതാവ് നിങ്ങളെ കാണുന്നില്ല എന്ന മൂഢമായ ചിന്തയാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? വേണ്ട. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഓരോ നഫ്സിനും ലിതുജ്സാ, ജസാ നൽകാൻ വേണ്ടി, പ്രതിഫലം നൽകാൻ വേണ്ടി. ആ പ്രതിഫലം നല്ലതാകാം, ചീത്തയാകാം, നല്ലതാകാം, ശിക്ഷയാകാം, നരകമാകാം, സ്വർഗമാകാം. ബിമാ തസ്ആ, അവർ സമ്പാദിച്ചത് നന്മയാകാം, തിന്മയാകാം, ചെറുതാകാം, വലുതാകാം, എന്തു തന്നെയായിരുന്നാലും അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. ഓരോന്നും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് നീതിയുടെ ഒരു വചനമാണ്. ഈ ആയത്ത്, അല്ലെങ്കിൽ ഈ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ,
ഈ വാക്കുകൾ ഓരോന്നും നമ്മൾ എടുത്ത് പ്രത്യേകം പ്രത്യേകം പരിശോധിച്ചാൽ വലിയ വലിയ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണെന്നറിയോ? മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ മനുഷ്യന് താൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്ന കാര്യം അറിയോ? അവന്റെ പ്രതിഫലം വഴിയെ കാണിച്ചു കൊടുക്കപ്പെടും എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയോ? പിന്നീട് അവന് അതിന് ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നതാണെന്നും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടില്ലേ? 3 വിഷയങ്ങളാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതല്ലാതെ വേറൊന്നും അതിന്റെ കൂടെ വേറെന്തെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ശിക്ഷ നൽകാൻ അള്ളാഹു അങ്ങനെ ഒരു സംഗതി ചെയ്തു വെച്ചിട്ടില്ല. അതേപോലെ ഓരോരുത്തരും ചെയ്തതിന്റെ പ്രയത്നത്തിന്റെ ഫലം അവന് കാണിച്ചു കൊടുക്കപ്പെടും എന്നുള്ള കാര്യവും ഓർമ്മയില്ലേ? മാത്രല്ല ഏറ്റവും പൂർണ്ണമായ ഏറ്റവും പൂർണ്ണമായ പ്രതിഫലമാണ് ഓരോരുത്തർക്കും നൽകപ്പെടുന്നത് എന്ന ചിന്തയും നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുന്ന മറ്റൊരായത്തിലും നമ്മൾ കണ്ടതുപോലെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള ഈ പദങ്ങൾ ഓരോന്നോരോന്നും നിങ്ങൾ മാറി മാറി ചിന്തിച്ചു നോക്കൂ. എല്ലാം പാഠങ്ങളുള്ളതാണ്. എന്തൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ, പാഠങ്ങൾ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വ്യക്തിപരമായ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ, വ്യക്തിപരമായി ഓരോരുത്തരും പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതിന്റെ കാര്യമാണ്. കുല്ലു നഫ്സിൻ, എല്ലാവർക്കും ഓരോരുത്തർക്കുമാണ് കേട്ടോ. ഒരു സമൂഹത്തിന് ഒന്നിച്ചല്ല, ഒരു കുടുംബത്തിന് ഒന്നിച്ചല്ല. ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരേപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ആ വീട്ടിലെ പാവപ്പെട്ട തന്റെ ഉമ്മ ചെയ്ത പ്രവർത്തനത്തിന് പകരമായി മക്കൾക്കും നിസ്കരിക്കാതെ നടന്ന ആ മക്കളുടെ വാപ്പക്കും പുണ്യം കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തർക്കും സ്വന്തം ചെയ്ത പ്രവർത്തനങ്ങൾ അതിനനുസരിച്ചാണുള്ളത്. ഓരോരുത്തരും സ്വന്തം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാണ് എന്ന ഒരു പാഠം നമുക്ക് ഈ ഒരു ആയത്തിന്റെ ഈ ശകലം നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തത് നീതി. അള്ളാഹു പരമമായ നീതിയുടെ നാഥനാണ്. അവൻ ഓരോ വ്യക്തിയെയും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സത്യസന്ധമായി വിലയിരുത്തും. കുല്ലു നഫ്സിൻ ബിമാ ബിമാ ബിമാ, എന്താണോ ഓരോരുത്തരും ചെയ്തത് അത് വിലയിരുത്തിയിട്ട് നീതിപൂർവം ചെയ്യുന്നവനാണ് റബ്ബ് എന്നുള്ളത്. മറ്റൊന്ന്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു. ഓരോരുത്തർക്കും സ്വാതന്ത്ര്യപൂർവ്വം തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. നന്മയും തിന്മയും ചെയ്യാൻ ഓരോരുത്തരുടെയും മുമ്പിൽ അവസരങ്ങളുണ്ട്. അതിനാൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് കാര്യം ഉള്ളത്. അവരവരുടെ തീരുമാനങ്ങളാണല്ലോ. ആ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരും. നാലാമത്തെ മറ്റൊരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയം, മനുഷ്യൻ അവന്റെ പ്രയത്നങ്ങൾക്കനുസരിച്ചാണ് വിലയിരുത്തപ്പെടുന്നത്. അവൻ എത്ര ശ്രമിച്ചു എന്നതാണ് പ്രധാനം. എത്ര ശ്രമിച്ചു എന്നതാണ് പ്രധാനം. അവന്റെ ശ്രമം എന്ന വാക്കിനർത്ഥമുണ്ട്. അവൻ ശ്രമിച്ചു, അവൻ അധ്വാനിച്ചു എന്നുണ്ട്, അവൻ ശ്രമം നടത്തി എന്നുണ്ട്. ഓരോരുത്തരും എത്ര ശ്രമം നടത്തി ആ കാര്യം ചെയ്യാൻ. എന്നെ കൊണ്ടാവൂല, എന്നെ കൊണ്ട് അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നതല്ല. ശ്രമിച്ചു നോക്കി, പറ്റായിട്ടാ പഠിച്ചോനെ, എന്നെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റാവുന്ന അത്രയും റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്റെ കഴിവിന്റെ അപ്പുറമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് എന്ന് മനുഷ്യന് പറയാൻ സാധിക്കണം റബ്ബിനോട്. അതുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റാവുന്ന ഓരോരുത്തരും എന്തുമാത്രം ശ്രമം നടത്തി, എന്തുമാത്രം അധ്വാനിച്ചു എന്നിടത്താണ് അവന്റെ കാര്യങ്ങൾ കിടക്കുന്നത്.
അതിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. ലിതുജ്സ, അതിനനുസരിച്ചാണ്. ആ വാക്കിലെ നമ്മൾ പറഞ്ഞ ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ എന്നതിന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുകൾ മാത്രം എടുത്തു പരിശോധിച്ചു നോക്കുക. ലിതുജ്സ ബിമാ തസ്ആ, ലിതുജ്സ ബിമാ തസ്ആ. ഓരോരുത്തരും എന്താണ് ശ്രമിച്ചത്, എന്താണ് ഓരോരുത്തരും ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ മൂസാ നബി അലൈഹിസ്സലാമക്ക് നാലാമതായി കേൾപ്പിക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് നാലാമതായി കേൾപ്പിച്ച കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് 15-ാമത്തെ ആയത്തിലൂടെ. 16-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى فلا, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാ യസുദ്ദന്നക, തീർച്ചയായും താങ്കളെ തടയാതിരിക്കട്ടെ. സ്വദ്ദ, തടഞ്ഞു, സ്വദ്ദുൻ, ലാ യസുദ്ദന്ന, തീർച്ചയായും, താങ്കളെ ലാ, തടയാതിരിക്കട്ടെ. അൻഹ, ഈ പറഞ്ഞ വിശ്വാസത്തിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് താങ്കളെ തടയാതിരിക്കട്ടെ. മൻ, ഒരാൾ, ലാ യുഅ്മിനു, അവൻ വിശ്വസിച്ചിട്ടില്ല, ബിഹാ, അതിനെ, ആ അന്ത്യസമയത്തെ വിശ്വസിക്കാത്ത ഒരുത്തൻ, ഒരാള് നിങ്ങളെ അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന്, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. വേറൊരാള്, ഇത്തബാ ഹവാഹു, അല്ലെങ്കിൽ അവൻ തന്നെ, ഇത്തബാ, അവൻ പിന്തുടർന്നിരിക്കുന്നു, പിൻപറ്റിയിരിക്കുന്നു, ഹവാഹു, അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ പിൻപറ്റിയ, അതേപോലെ വിശ്വസിക്കാതിരിക്കുന്ന ആളുകളും നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാതിരിക്കട്ടെ. അതേപോലെ പരലോക വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ, നിങ്ങളെ കൂടെ കൂടിയിട്ട് ഏതോ ഒരു അവിശ്വാസി, അള്ളാഹുവിൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ഒരാള് നിങ്ങളെ കൂടെ കൂടിയിട്ട് മെല്ലെ പതിയെ നിങ്ങളെ പരലോക വിശ്വാസത്തിൽ നിന്ന് പുറകോട്ടടുപ്പിച്ചു, അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോയി, പടച്ചോനിലുള്ള വിശ്വാസം നിങ്ങളിൽ ഇല്ലാണ്ടാക്കി. വേറെ ചില ആളുകൾ വത്തബാ ഹവാഹു, അവന്റെ സ്വന്തം ഇഷ്ടം പിൻപറ്റുന്നവനാണ്, തന്നിഷ്ടത്തെ പിൻപറ്റുന്നവനാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ, ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ തന്നെ നാശമടയും കേട്ടോ. പത്തർദ, നീയും നാശമടയുന്നതാണ് എന്നാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ 4 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ 5-ാമത്തെ കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത്, ആ 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പുറകോട്ടടിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകൾ ആരാണ്, ശക്തികൾ ഏതാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൈശാചികമായി പ്രേരണ നൽകുന്ന, അതിനുള്ള പൈശാചികമായ സംഗതികൾ ചെയ്യുന്ന ആളുകളെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഇവിടെ അള്ളാഹു നടത്തുന്നത്. അർത്ഥം വീണ്ടും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഫലായസുദ്ദന്നക, ആകയാൽ നിന്നെ തടയാതിരിക്കട്ടെ, അൻഹ, അതിൽ നിന്ന്, ആ അന്ത്യസമയത്ത് ഉള്ള വിശ്വാസത്തിൽ നിന്ന്, മല്ലാ യുഅ്മിനു ബിഹാ, അതിനെ വിശ്വസിക്കാത്ത ഒരാള്, വത്തബാ ഹവാഹു, തന്റെ സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റുന്നവരും ആയ, ഫതർദ, അങ്ങനെയെങ്ങാനും നിങ്ങൾ അവരുടെ പിന്നാലെ പോയാൽ, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളും നാശമടഞ്ഞു പോകുന്നതാണ്. വെറുതെ നാശമടയാന്ന് പറഞ്ഞാല് അത് ഇവിടെ അത് മണ്ണിൽ വീണ് ചീഞ്ഞളിഞ്ഞു പോകും. പിന്നെ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഈ മണ്ണിലേക്ക് വീണ് മരിച്ച് ഇല്ലാണ്ടായി പോകുന്ന ആളുകളാകും നിങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടാകാത്ത വിധത്തിൽ, നിങ്ങളുടെ ജീവിതം ഒരു നിലക്കും ഉപകാരപ്പെടാത്ത വിധത്തിൽ ആയി പോകുമെന്നാണ്.
ഈ ആയത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം, എന്നിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താണ് ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ? അന്ത്യനാളിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞു. എന്നിട്ട് പരലോക വിശ്വാസത്തിൽ അതിന് വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ സ്വാധീനത്തിൽ വീഴരുത് എന്ന് അള്ളാഹുവിന്റെ ഒരു താക്കീതാണ് ഇവിടെ നൽകുന്നത്. പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ മിക്കപ്പോഴും സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവർ കൂടിയാണ് എന്ന സൂചനയും കൂടെ ഇവിടെ നൽകുന്നു. അല്ലെങ്കിൽ സ്വന്തം ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്ന, തന്നിഷ്ടങ്ങൾക്ക് പുറകെ പോകുന്ന, തോന്നിയത് മുഴുവനും ചെയ്യുന്ന ആളുകൾ, അവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്ക് പിന്നുള്ള വിശ്വാസം എന്ന് പറഞ്ഞാല് എന്റെ ശരീരം, എന്റെ ഇഷ്ടം, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നാണ് അവർ പറയാ. അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്റെ ബോഡി, എന്റെ ചോയ്സ് എന്നാണ്. എന്റെ ശരീരം, അതിനനുസരിച്ച് ഞാൻ ജീവിക്കുമെന്നാണ് ഈ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത തന്നിഷ്ടക്കാരായ ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതും കൂടെ ഈ ആയത്ത് നമുക്ക് നൽകുന്ന സൂചനയാണ്. മൂന്നാമത്തത് വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. അതെന്താ? ഫതർദ എന്നാണ്, നീ നാശത്തിൽ പതിക്കുമെന്നാണ്. റദിയ, യർദ എന്ന വാക്കിന്റെ അർത്ഥം, റദ്ദ, തറദ്ദ എന്ന വാക്കിന്റെ അർത്ഥം ഇദാ ഹലക, നശിച്ചു പോകും എന്നാണ് വാക്കിന്റെ അർത്ഥം. നശിച്ചു പോകും. നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാണ്ടായി മാറുകയാണ്. ഒരായത്തില്ലേ, എന്ന് പറയുന്നില്ലേ? മനുഷ്യ, നിന്റെ ഈ തടിയും നിന്റെ ഈ ശരീരവും നിന്റെ ഈ ആരോഗ്യവും ഒക്കെ, നീ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ, ഈ ശരീരം ഒക്കെ അതിന്റെ മേനി കൂട്ടുന്നതിനായിരുന്നു, അത് പുഷ്ടിപ്പെടുത്തുന്നതിനായിരുന്നു. നിന്റെ ഇവിടത്തെ ജീവിതം നീ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ മനുഷ്യ നീ ചെയ്തത്. എങ്കിൽ ഖുർആൻ പറയുന്നു, നീ ഉണ്ടാക്കിയതൊന്നും തന്നെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന, നട്ടലിൽ നിവർന്നു നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന, മുഖം ഉയർത്തി വെച്ചിരിക്കുന്ന നീ മറിഞ്ഞു വീണാൽ, നിന്റെ ശരീരത്തിന് കെൽപ്പില്ലാണ്ടായാൽ, നിന്റെ കാലുകൾക്ക് ശേഷിയില്ലാണ്ടായാൽ, നിന്റെ നട്ടെല്ലുകൾക്ക് ത്രാണിയില്ലാണ്ടായാൽ, നിന്റെ മുഖം കുനിഞ്ഞു പോയാൽ, നീ മണ്ണിലേക്ക് വീണാൽ, നീ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഈ കാര്യങ്ങളൊക്കെ, ഈ സമ്പത്തൊക്കെ മനുഷ്യ ഉപകരിക്കോ? നിന്നെ ഒന്ന് എണീച്ചു നിർത്താൻ, നിന്നെ ഒന്ന് പൊക്കി വെക്കാൻ, നീ നേരത്തെ നിന്നതുപോലെ, നീ നേരത്തെ നടന്നതുപോലെ, നീ നേരത്തെ ചെയ്തതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ നിന്റെ ആ പണത്തിനൊക്കെ എവിടെങ്കിലും എന്തെങ്കിലും സാധ്യത ഉണ്ടോ? സാധിക്കോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ കാട്ടിക്കൂട്ടലുകൾ? ജീവിതത്തിലുള്ള ഈ ഭദ്രപ്പാടുകൾ, ഈ തന്ത്രപ്പാടുകളൊക്കെ എന്തിനാണ് മനുഷ്യ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. മറിഞ്ഞു വീണാൽ, നശിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ നിന്റെ ശരീരത്തിന് ഇതൊക്കെ നീ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പത്ത് ഉപകാരപ്പെടുവോ? നിന്നെ ഒന്ന് പൊക്കി വെക്കാൻ, ഉയർത്തി വെക്കാൻ, നേർന്നു നിൽക്കാൻ, നിന്റെ കാലുകൾക്ക് ശക്തി പകരാൻ, ത്രാണി നൽകാൻ അവക്ക് നിന്റെ സമ്പത്തിനൊക്കെ സാധിക്കോ എന്ന് ചോദിക്കുന്നിടത്തും അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കാണ് തറദ്ദ. ഇവിടെ തറദ്ദ എന്നാണ് ഇവിടെ മറ്റേ ആയത്തിലുള്ളത്. എന്നാൽ നാശമടയുമ്പോ എന്നുള്ള വാക്ക്. ഇതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ, ഇബ്നു കസീറും ഇമാം തൊബരിയും ഒക്കെ നൽകിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉള്ള സംഗതികളാണ്. ഇമാം ഖുർത്തുബി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ദുനിയാവിലെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനകളെ അവഗണിക്കുന്നവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അതേപോലെ അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമോട് കൃത്യമായി ഇവിടെ പഠിപ്പിച്ച ഒരു കാര്യം, അന്ത്യനാളിൽ വിശ്വസിക്കാത്തവരുടെ വഴിയിൽ നിങ്ങൾ പോകരുത് എന്നാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തിയാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി സ്വന്തം ഇച്ഛകൾക്ക് അടിമപ്പെട്ടവരും, അതേപോലെ സത്യവിശ്വാസത്തിൽ നിന്നും പരലോകത്തിൽ നിന്നും ഒക്കെ അകന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളും നിങ്ങളെ ഇബാദത്തിൽ നിന്ന് തടയാതിരിക്കട്ടെ, നിങ്ങളെ നമസ്കാരത്തിൽ നിന്ന് തടയാതിരിക്കട്ടെ.
അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പുറകോട്ടടിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ പരലോകത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കട്ടെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് എന്ന് അവസാനിപ്പിക്കാം. ഈ ആയത്തിൽ നൽകുന്ന നമുക്കുള്ള ചില പ്രായോഗികമായ പാഠങ്ങൾ എന്താണ് അറിയാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രത്യേകമായ ആഹ്വാനം, ചീത്ത സുഹൃത്തുക്കളുടെ സ്വാധീനവും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ അവരുടെ സാഹചര്യത്തിൽ നമ്മുടെ സ്വന്തം വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ഹദീസും കൂടെ കേൾപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹ് വ ജലീസി സൂഅ്. ഒരു നല്ല കൂട്ടുകാരന്റെയും ഒരു ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഹാമിൽ മിസ്ക്, കസ്തൂരി വഹിച്ചിരിക്കുന്ന, സുഗന്ധം വഹിച്ചിരിക്കുന്ന ഒരാൾ, വനാഫിഖിൽ കീർ, അതേപോലെ തന്റെ തൊട്ടടുത്ത് തീ ആളി കത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാളും. ഫഹാമിലുൽ മിസ്കി ഇദാ ഇമ്മാ അൻ യുഹ്ദീക വ ഇമ്മാ അൻ തബ്താഅ മിൻഹു വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബതൻ. നീ അവനോട് അടുത്താലും നീ അവന് പ്രയാസമുണ്ടാക്കിയാലും നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നിയാലും ഇല്ലെങ്കിലും ഒക്കെ ആ മനുഷ്യരിൽ നിന്ന് എപ്പോഴും ഉള്ളത് നിനക്ക് തൊയ്യബത്താണ്, നല്ല വാസനയാണ് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുക. കാരണം അവന്റെ കയ്യിലുള്ളത് മിസ്കാണ്, കസ്തൂരിയാണ്, സുഗന്ധമാണ് അവരുടെ കയ്യിലുള്ളത്. അങ്ങനെയുള്ള ആളുകളെ ആണട്ടോ നിങ്ങൾ കൂട്ടുകാരായി നിങ്ങളുടെ കൂടെ ചേർക്കേണ്ടത് എന്ന്. എന്നാൽ തന്റെ തൊട്ടടുത്ത് തീ കത്തിച്ചു കൊണ്ടിരിക്കുന്ന ആള് എന്ന് പറയുന്നത് അതിന് അവന്റെ തൊട്ടടുത്ത് പോയിരുന്നാൽ അവന്റെ അടുത്തിരുന്ന നിന്റെ വസ്ത്രം കത്തിപ്പോകാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ മോശമായ വാസനയാണ് നിനക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കത്തിച്ചിട്ടുള്ള വാസനയാണല്ലോ, പുകയും വാസനയും ഒക്കെയാണല്ലോ നിനക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉദാഹരിച്ച് മാത്രം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം കൂടിയാണ് ഇത്. ജലീസു സ്വാലിഹ്, നല്ല കൂട്ടുകാരെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്ന പ്രത്യേകമായ നിർദ്ദേശം കൂടെ നമ്മൾ ഇവിടെ കാണുന്നു. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ അവസ്ഥ? ഏറെ പ്രസക്തമായ ഒരായത്താണിത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നന്മയുടെ മാർഗങ്ങളിൽ തടസ്സങ്ങളായി നിൽക്കുന്ന പലതും, ഒരുപാട് സുഖങ്ങളും പ്രലോഭനങ്ങളും അതിന്റെ പിന്നാലെ നമ്മളും അകപ്പെട്ടു പോവുകയാണ്. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മളെ മാടി വിളിക്കുകയാണ്. അവരുടെ ലക്ഷ്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ആത്മീയമായ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. നിങ്ങളെ തെറ്റിച്ച് കളയരുത് കേട്ടോ, നിങ്ങളെ എന്നുള്ള ഓർമ്മ ഇവിടെ നൽകുകയാണ്. ചുറ്റുമുള്ള ആളുകളുടെ സ്വാധീനത്തിൽപ്പെട്ട് സ്വന്തം വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ ലോകത്ത്. അതിനുള്ള സാധ്യതകളുള്ള എപ്പോഴും കാലി തന്നെ വീണു പോകാനുള്ള സാധ്യതകൾ തന്റെ മുന്നിൽ എമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ വലാ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു വഇൻ തൽവു ഔ തുഅരിളു ഫഇന്ന അല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ നീതി പാലിക്കാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത് കേട്ടോ. തന്നിഷ്ടങ്ങളെ പിൻപറ്റി നീതി പാലിക്കാത്ത ആളുകളാകരുത് കേട്ടോ. നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. നിങ്ങൾ വളച്ചൊടിച്ചാൽ, നിങ്ങൾ ഒഴിഞ്ഞു മാറിയാൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചൊടിച്ച് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മളെ രീതിക്കനുസരിച്ച് ദീനിനെ കൊണ്ടുപോവാം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരു അല്ല, പൂർണ്ണമായി നിങ്ങൾ മാറിപ്പോയാലും തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമക്ക് നൽകിയ ആ 4 കാര്യങ്ങൾ പിന്നീട് അതിനോടനുബന്ധമായി ഉണ്ടാകരുത്. ആ 4 കാര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന വിഷയം എന്താണെന്ന് കൂടെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഇനി അദ്ദേഹത്തോട്
ചില ചോദ്യങ്ങളാണ്. അതിന് ഉത്തരം മൂസാ നബി അലൈഹി സ്വലാം പറയുന്ന വിഷയങ്ങളാണ്. ആ ചോദ്യ ഉത്തരാണ് ഇൻഷാ അല്ലാ അടുത്ത ആയത്തുകളിൽ വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ വിശദീകരിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ വിഷയങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സാലിഹായ വിധത്തിൽ, ഏറ്റവും നന്മയായ വിധത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിച്ച് അള്ളാഹുവിന്റെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും മോചനവും നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ജോലിയുണ്ട് പ്രയാസപ്പെടുന്ന, ജോലിയിൽ പ്രയാസപ്പെടുന്നവർ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ, അങ്ങനെ ജീവിതത്തിന്റെ പല നിലക്കുള്ള ജീവിതത്തിന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകൾ എല്ലാവർക്കും നീ എളുപ്പം നൽകുമാറാകട്ടെ. തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും നീ ജീവിതത്തിൽ എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണേ. ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ നീ സമാധാനവും സന്തോഷവും ബർക്കത്തും റഹ്മത്തും നൽകി എന്നും നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകണേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وجزاكم الله خير.